70കളിൽ ഇപ്പം ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗോഡ് ഫാദർ എന്ന് പറയുമ്പോഴത്തേക്ക് തലതൊട്ടപ്പൻ എന്ന് പറയുകയാണെങ്കിൽ അത് ശ്രീ ജയപ്രകാശ് നാരായണനാണ്. 80കളിലെ 70കളിലുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു സമയമായിരുന്നു. ആ സമയത്തും വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രസംഗിച്ചും യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചും അദ്ദേഹം ഏകാധിപത്യത്തിനെതിരായിട്ടും ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അവരുടെ അമ്മൂമ്മമാരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ 42 വലിച്ചു കീറിയവരാണ്. ആ സമയത്തും രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ തന്നെ കളഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ ജയപ്രകാശ് നാരായണൻ. 70കളിൽ ഇപ്പം ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗോഡ് ഫാദർ എന്ന് പറയുമ്പോഴത്തേക്ക് തലതൊട്ടപ്പൻ എന്ന് പറയുകയാണെങ്കിൽ അത് ശ്രീ ജയപ്രകാശ് നാരായണനാണ്. ഗുജറാത്തിൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റലിൻ്റെ ഫീസ് ഗവൺമെൻറ് ക്രമാതീതമായിട്ട് കൂട്ടി. അതിനെതിരായിട്ടുള്ളൊരു സമരം നയിച്ചിട്ടാണ് നരേന്ദ്രമോദിജി പ്രധാനപ്പെട്ട രാഷ്ട്രീയ രംഗത്തോട്ട് എത്തുന്നത്, സ്വയം സേവകർ എന്നുള്ള രീതിയിൽ കവിഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ബീഹാറിൽ വന്ന് ശ്രീ ജയപ്രകാശ് നാരായണനെ ക്ഷണിച്ചുകൊണ്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം സമരം നടത്തിയതും ആ സമരം ഒരു വലിയ വിജയമാവുകയും ആ സർക്കാർ തന്നെ വീഴ്ചയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണമാവുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനുശേഷമാണ് രാജ്യം അടിയന്തരാവസ്ഥയിലോട്ട് പോയതും. പിന്നെ അത് 80 തൊട്ടുള്ള പൊളിറ്റിക്സ് മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ 70ലും 75ലും 77ലും 80ലും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ന്യൂ ജനറേഷനിൽ പലർക്കും അറിയത്തില്ല. അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ക്രൂരമായിട്ട് ജയിലിൽ മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തയ്യാറാവുകയും ചെയ്തു. എന്നിട്ട് പോലും ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. അപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും മത്സരിക്കാതിരുന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും എല്ലാം ഉറക്കം ഒരാൾക്ക് കെടുത്തണമെങ്കിൽ അദ്ദേഹം എത്ര വലിയൊരു തീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.